അറിയാവുന്ന പോലെ തന്നെ പലയിടങ്ങളിലും മഴക്കെടുതികൾ നിലനിൽക്കുന്നു. പ്രധാനമായിട്ടും ആലപ്പുഴയിലും അതേപോലെ തന്നെ പത്തനംതിട്ടയിലുമൊക്കെ. നമുക്ക് പ്രത്യേകമായി ആലപ്പുഴയിലെ സാഹചര്യം ഒന്ന് പരിശോധിക്കണം. കാരണം ഈ അപ്പർ കുട്ടനാട്ടിലെ മുട്ടാറും വെളിയനാടും ഒക്കെ ഇപ്പോഴും വെള്ളത്താൽ ഒറ്റപ്പെട്ട് തന്നെ കിടക്കുകയാണ്. പല പാടശേഖരങ്ങളിലും മടവീഴ്ചയും ഉണ്ടായി. പൊഴിമുഖം കൂടുതൽ തുറന്ന് കിഴക്കൻ വെള്ളത്തിന്റെ കടലിലേക്കുള്ള ഒഴുക്ക് കൂടാനുള്ള ശ്രമങ്ങൾ അശാസ്ത്രീയമെന്ന വിമർശനം കൂടി ഇതിനിടയിൽ ഉയരുന്നുണ്ട്. അതേസമയം തന്നെ കോട്ടയം ജില്ലയിൽ ശക്തമായ മഴയുണ്ട്. ആറുകളിലെ ജലനിരപ്പൊക്കെ നിലവിൽ അപകടകരമായ നിലയ്ക്ക് താഴെയാണ്. പക്ഷേ മഴ പെയ്തതോടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലുമാണ്. നമ്മുടെ അജിത്തും അതേപോലെ അമൽ സുരേന്ദ്രൻ രണ്ടുപേരും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ആലപ്പുഴയിലെ സാഹചര്യം നോക്കിയിട്ട് നമുക്ക് കോട്ടയത്തേക്ക് പോകാം. ഇപ്പോൾ രണ്ടുപേരുടെ ഫ്രെയിം കാണുമ്പോൾ രണ്ടിടത്തും മഴ നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യക്തവുമാണ്. ആദ്യം അമലിലേക്ക്. അമൽ, ഇന്നലത്തെ നമ്മൾ അമലിന്റെ ഫ്രെയിം കണ്ടതുപോലെ തന്നെ ഇന്ന് രാവിലെയും കാണുമ്പോഴുണ്ട് എല്ലായിടത്തും അത്യാവശ്യം ഈ വെള്ളം ഇറങ്ങാത്തത് ഒരു വലിയ പ്രതിസന്ധിയാണ്. അതിനൊപ്പമാണ് മഴ തുടരുന്നതും. എന്താ ജില്ലയിലെ ഒരു നിലവിലെ സാഹചര്യം അമൽ? സേതു, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ജില്ലയിൽ മഴയൊന്ന് മാറി നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ നേരിയ തോതിലൊക്കെ ആയിരുന്നു മഴ പെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം, ഇന്നലെ അർദ്ധരാത്രി മുതൽ ശക്തമായ മഴ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ അപ്പർ കുട്ടനാട് മേഖലകളിൽ വെള്ളം നേരിയ തോതിൽ ഇറങ്ങുന്നുവെന്നാണ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളോടും എല്ലാം സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ AC റോഡിലാണ്. AC റോഡിൽ വാഹനങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ചെറിയ വാഹനങ്ങൾ പോലും ഈ വെള്ളത്തിലൂടെ കടന്നു വരുമ്പോൾ അത് ഈ കംപ്ലൈന്റ് ആകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതുപോലെ കംപ്ലൈന്റ് ആയ ഒരു വണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എപ്പോഴാണ് ഇതിൽ കൂടെ പോയത്? ഞങ്ങളിപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പാണ് പോയത്. അന്ന് ചങ്ങനാശ്ശേരി വരെ പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പം പകുതി വെച്ച് നമ്മുടെ KSRTC വന്നായിരുന്നു. അപ്പം വെള്ളം മൊത്തം കയറി. പിന്നെ വണ്ടി ബാക്കി കംപ്ലൈന്റ് ആയി. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് ചങ്ങനാശ്ശേരി പോകാനായിരുന്നു. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി പോകാനും പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത്? ഈ വണ്ടി ശരിയാക്കാൻ ഇവിടെ അടുത്ത വർക്ക്ഷോപ്പിൽ ഒന്ന് ആരെങ്കിലും വർക്ക്ഷോപ്പ് നോക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാനിങ് തന്നെ. തീർച്ചയായിട്ടും സേതു, ഇതേ അവസ്ഥ തന്നെയാണ് പലർക്കും. നമ്മുടെ ഈ മങ്കൊമ്പ് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ AC റോഡിൽ AC കനാലിൽ നിന്നെല്ലാം വെള്ളം കൂടുതലായിട്ട് ഇവിടെ കയറുന്നുണ്ട്. പതിവിലും കൂടുതലായിട്ടുള്ള വെള്ളം ഇവിടേക്ക് വരുന്നു. പ്രത്യേകിച്ചും ഈ ചുറ്റുമുള്ള പാടശേഖരങ്ങളിൽ മട വീണതാണ് ഈ വെള്ളം AC റോഡിൽ ഇതുപോലെ അതിക്രമിച്ച് കയറാനുള്ള ഒരു സാഹചര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടികൾ മുടക്കി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പണിത റോഡ് എന്നുള്ള അവകാശവാദം എല്ലാം നിലനിന്നിരുന്ന 750 കോടിയോളമാണ് ചിലവാക്കിയെന്നൊക്കെ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്ന AC റോഡാണ്. ആ AC റോഡാണ് ദിവസങ്ങളായിട്ട് ഇതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. വലിയ വണ്ടികൾക്ക് മാത്രമേ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ജില്ലയിൽ 76 ക്യാമ്പുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത്. ഈ 76 ക്യാമ്പുകളിലായിട്ട് ഇപ്പോഴും 7000-നടുത്ത് ആളുകളുമുണ്ട് എന്ന് പറയുന്നു. നമുക്ക് കാണാവുന്നതാണ് ഒരു ബെൻസ് അങ്ങന്ന് വെള്ളത്തിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചങ്ങനാശ്ശേരി ഭാഗത്ത് നിന്ന്. ഈ വെള്ളക്കെട്ടിന്റെ നടുക്കെത്തിയപ്പോൾ അത് ഓഫായി പോകുന്നൊരു സ്ഥിതിയുണ്ട്. അവിടം തൊട്ട് ഇവിടം വരെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ വണ്ടി. അപ്പോൾ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് ഈ AC റോഡിലൂടെ കടന്നു പോകുന്ന ആളുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, ആലപ്പുഴയെയും ചങ്ങനാശ്ശേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് AC റോഡാണ്. ഈ റോഡ് കടന്നു വേണം പോകാൻ. കഴിഞ്ഞ ദിവസം കുട്ടനാട് MLA അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റോഡിന്റെ ബുദ്ധിമുട്ട്. ചേട്ടാ, AC റോഡിൽ ഇതുപോലെ വണ്ടികൾ പതിവായിട്ട് കുടുങ്ങുകയാണല്ലോ. സ്ഥിരമായി ഇവിടെയുള്ള ആളല്ലേ? അതെ. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മനുഷ്യർ. ഈ അപ്പർ കുട്ടനാട് മേഖലകളിൽ നിന്ന് നേരിയ തോതിൽ വെള്ളം ഇറങ്ങുന്നു എന്നതാണ് ഒരു ചെറിയൊരു ആശ്വാസം. സേതു, ശരി അമൽ, ആലപ്പുഴയിലെ സാഹചര്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ഇനിയിപ്പം കോട്ടയത്തേക്ക് കൂടി പോകണം. അജിത്ത് കൂടിയുണ്ട്. അജിത്തെ, കോട്ടയത്ത് ഇപ്പോഴും മഴയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അജിത്തിന്റെ ഫ്രെയിം കാണുമ്പോൾ എന്താ ജില്ലയിലെ ഒരു സാഹചര്യം? സേതുലക്ഷ്മി, ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് കോട്ടയത്തിന്റെ മലയോര മേഖലയിൽ, ഗ്രാമീണ മേഖലയിൽ, നഗരമേഖലകളിലെല്ലാം പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇരാറ്റുപേട്ട, മുണ്ടക്കയം, പാല, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ശക്തമായ മഴയുണ്ട്. അതുകൂടാതെ ഈ ഗ്രാമപ്രദേശങ്ങളിലും മഴ ശക്തമായി തന്നെ പെയ്യുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ ഈ മഴ ബാധിക്കുന്ന ഇല്ലിക്കൽ, മാണിക്കുന്ന്, പാണമ്പടി പ്രദേശത്താണ് ഉള്ളത്. അവിടെ നമുക്ക് കാണാൻ ഈ റോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നിറയെ വെള്ളമായിരുന്നു. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. 2 ദിവസം
ദിവസമായതേ ഉള്ളൂ ഇവിടുത്തെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ട്. പക്ഷെ വീണ്ടും മഴ പെയ്തതോടുകൂടി ഇവിടുത്തെ ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ള ജനങ്ങളൊക്കെ ആശങ്കയിലാണ്. കാരണം ഈ പാലായിലെ ജലനിരപ്പ് വീണ്ടും മീനച്ചിലാറ്റിൽ ഉയർന്നാൽ അത് സ്വാഭാവികമായും അത് വെള്ളം ഒഴുകിയെത്തും. ഇവർക്ക് വീണ്ടും ദുരിതമാകും. വീടുകളിലേക്കൊക്കെ തിരിച്ചു കയറാൻ തുടങ്ങിയതേ ഉള്ളൂ. എല്ലാ വീടുകളിലേക്കുമല്ല, ഇപ്പോഴും നമുക്ക് കാണാം ഈ ഒന്ന് പാൻ ചെയ്താൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വീടുകൾ ഉൾപ്പെടെ കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വെള്ളം ഇറങ്ങി തുടങ്ങിയ സാഹചര്യത്തിലാണ് വീണ്ടും ശക്തമായ മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉരുൾപൊട്ടലുണ്ടായ മേഖലകൾ, അതോടൊപ്പം മറ്റ് പ്രദേശങ്ങൾ, അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് പല മേഖലകളിലും. എന്നാൽ പൊതുവിൽ നമുക്ക് പറയുമ്പോൾ ശക്തമായ മഴ ജില്ലയിൽ എല്ലായിടത്തും പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ഥലം ഇടപെടാതെ എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഈ യാത്രക്കാരെല്ലാം ശ്രദ്ധിച്ചു പോകണം. വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഉൾപ്പെടെ ശ്രദ്ധിക്കണം, കുട്ടികൾക്കെല്ലാം ശ്രദ്ധിക്കണമെന്നുകൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ ജില്ലയിൽ അവധിയാണ്. മഴയുടെ സാഹചര്യം രാവിലെ മുതൽ തന്നെ ഇങ്ങനെ തുടരുകയുമാണ്. ഓക്കെ അജിത്തെ, ശരി, സേഫായിട്ട് തുടരൂ. ഇപ്പം നമ്മൾ ഈ കണ്ടതുപോലെ ഇങ്ങനെയാണ് സംസ്ഥാനത്തെ പൊതുവിലെ ഒരു മഴ സാഹചര്യവും അലേർട്ടും ഒപ്പം 2 ജില്ലകളിലെ പ്രത്യേക സാഹചര്യങ്ങളുമാണ് നമ്മൾ പരിശോധിച്ചത്. ആലപ്പുഴയിലെയും അതേപോലെ തന്നെ കോട്ടയത്തെ 2ഇടത്തും മഴ നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും മഴ പെയ്യുന്നത് കുറച്ചധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്.